അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? സുഖല്ലേ? എല്ലാരും നല്ല സന്തോഷത്തിലല്ലേ? ആണോ? എന്താ ഉസ്താദിനെ കണ്ടിട്ടോ? ഉസ്താദിനെ അത്രക്ക് ഇഷ്ട? ചെറുക്കുണ്ട്? മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മള് മദ്രസ തുടങ്ങിയിട്ട് 2-3 ദിവസമായില്ലേ? 2-3 ദിവസമായിട്ട് നിങ്ങൾ എന്നും രാവിലെ എണീക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട് അല്ലേ? കുളിക്കല്ല? ഇന്ന് വിളിച്ചില്ല? സാരല്ല, നാളെ മുതൽ വിളിക്കൂലേ? ഇൻഷാ അല്ലാഹ്. വിളിച്ചോ? എന്നും കുളിക്കാൻ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോ അങ്ങനെ കുളിക്കാത്തവന് നാളെ മുതൽ കുളിച്ചു തുടങ്ങി മദ്രസക്ക് വരുന്നുണ്ടല്ലേ? അപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ കഥയും കുറേ പാട്ടൊക്കെ പാടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്തെയ്യുന്നു? ബുക്ക് പഠിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ 1-ാം ക്ലാസ്സിലെ പുസ്തകം ഏതാണ്? നമുക്ക് അന്നൊരു പച്ച കളർ പുസ്തകല്ലേ നിങ്ങൾക്ക് വന്ന ദിവസം ഞങ്ങൾ തന്നെ? ആ പുസ്തകം നിങ്ങൾക്ക് പഠിക്കുകയല്ലേ? വായിക്കാനോ? വായിക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചുതരാം. നമുക്ക് പഠിക്കുകയല്ലേ അത്? ഇൻഷാ അല്ലാഹ് ആ പുസ്തകം തുറക്കി നിങ്ങൾ തുറന്നോ? അപ്പോ ഈ പാഠം കണ്ടോ നിങ്ങള്? ഞാൻ അടുത്തരാ. അതെ കിട്ടിയില്ല. ഇത് നല്ല ചുവപ്പ് കളറുണ്ട്, കറുപ്പ് കളറുണ്ട്, കണ്ടില്ലേ? നല്ല രസമുണ്ടല്ലേ പാഠപുസ്തകം കാണാൻ? മാഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് പുസ്തകം തുടങ്ങല്ലേ? നമുക്കൊരു ബിസ്മി ഓതിയാലോ? ബിസ്മി ഓതാ അറിയോ? ഞാൻ ഓതി തരാം, എന്നിട്ട് എന്റെ ഒപ്പം ഓതണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്. അപ്പോ നമ്മളെ പാഠപുസ്തകങ്ങൾ നമുക്ക് തുടങ്ങാൻ പോവാണ്. അത് നമുക്ക് എങ്ങനെ തുടങ്ങാ? കഥ കേൾക്കണോ? നിങ്ങൾക്ക് കേൾക്കണോ? കഥ കേൾക്കാൻ ഇഷ്ടാണോ? എന്നാ ഇൻഷാ അല്ലാഹ് നമുക്കൊരു കഥ കേട്ട് തുടങ്ങാം. പണ്ട് ഒരിടത്ത് ഒരു ഉമ്മയും മോനും ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മയും മോനും എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. ഒരു ദിവസം രാത്രി ഉമ്മ മോനോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. നമ്മളോട് ഉമ്മ വെള്ളം എടുത്തരാൻ പറഞ്ഞ നമ്മളെന്താ പറയാ? നമ്മളെന്താ ചെയ്യാ? നിങ്ങളെന്താ? നിങ്ങളോട് ഉമ്മ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാ? കയ്യൂരാന്ന് പറയോ? അല്ലാ, അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ, നമ്മളുമ്മമാരല്ലേ. ഈ മോൻ എന്താ ചെയ്തറിയോ? നിങ്ങൾ ഈ കഥ കേട്ടിട്ട് നോക്ക്, എന്താ ചെയ്യണ്ടേ നീ കഥയിൽ പറഞ്ഞുതരും. ആ ഉമ്മ മോനോട് പറഞ്ഞു വെള്ളം എടുത്തരുവോന്ന് ചോദിച്ചപ്പോ, ഇന്നിപ്പോ വെള്ളം എടുത്തരുവോന്ന് ചോദിച്ചാ നമുക്ക് എന്താക്കാം, ഒരു പൈപ്പ് തുറന്ന് ഗ്ലാസ് വെള്ളം എടുത്തെടുത്താ പോരെ, വലിയ പണിയൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് എന്തില്ല? പൈപ്പൊന്നുമില്ല. വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ കിണറ്റിൽ പോയി കോരി എടുക്കണം. രാത്രിയാ പറയണേ തന്നെ, ഉനക്ക് പോവാൻ പേടിയൊക്കെ ഉണ്ടാവൂലേ? പക്ഷെ മോൻ എന്താക്കി? ഉമ്മ പറഞ്ഞല്ലേ, പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഓന് എന്താക്കി? രാത്രി പോയി കിണറ്റിൽ പോയി വെള്ളം കോരി അതൊരു പാത്രത്തിൽ ഒഴിച്ച് ഉമ്മാന്റെ അടുത്തേക്ക് വന്ന് 2 കയ്യിൽ ഇങ്ങനെ പാത്രത്തിൽ വെള്ളവും പിടിച്ചിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് വന്നപ്പോ ഉമ്മ ഉറങ്ങിപ്പോയി. പാവല്ലേ, വെള്ളം ചോദിച്ചിട്ട് വരാൻ നേരം വൈകിയൊന്നും ഉറങ്ങിപ്പോയതാവൂലേ? അപ്പൊ മോൻ എന്താ ശരിക്കും ചെയ്യണ്ടേ? എന്താ നിങ്ങളാണെങ്കിൽ നിങ്ങളും കടന്നുറങ്ങും വെള്ളം അവിടെ വെച്ചിട്ടില്ലേ? അല്ലാ, ഈ മോൻ എന്താ ചെയ്തേന്നറിയോ? ആ മോന് ആ പാത്രവും പിടിച്ച് അങ്ങനെ നിന്ന് ഉമ്മാനെ വിളിച്ചില്ല. എന്താ ഉമ്മാനെ വിളിക്കുന്നേ? എന്താന്നോ, ഉമ്മാനെ വിളിച്ചാലും ഉറക്കത്ത് ഉമ്മാനെ വിളിച്ച ഉമ്മാക്ക് അടങ്ങാറായാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഉറങ്ങുകയാണ്. രാവിലെ മദ്രസക്ക് വരാൻ ഉമ്മ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾക്ക് നല്ല സന്തോഷ. നിങ്ങൾ പെട്ടെന്ന് ആ ഉറക്കുന്ന എണീക്കാല് നല്ല സന്തോഷത്തിൽ ചാടി നീക്കോ? അതാ കുറച്ചേരം കൂടി ഒരു 5 മിനിറ്റ് കൂടി അങ്ങനൊക്കെ നിൽക്കൂലേ? അതേപോലെ ഉമ്മാക്കും ഉണ്ടാവില്ല, ഉറക്കുന്ന വിളിക്കുമ്പോ അടങ്ങേറുണ്ടാവൂലേ? ആ ഉമ്മാക്ക് അടങ്ങാറാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മോൻ എന്ത് ചെയ്ത്? ഉമ്മാനെ വിളിച്ചില്ല, ആ പാത്രവും പിടിച്ച് അങ്ങനെ നിന്ന്. എന്നാ പിന്നെ ഓനക്ക് അത് അവിടെ വെച്ചിട്ട് കടന്നുറങ്ങിക്കൂടെ? അതും ചെയ്തില്ല. ഉമ്മ നീക്കുമ്പോ ആ സ്പോട്ടില് വെള്ളം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താക്കി? അവിടെ അങ്ങനെ നിന്ന്. അങ്ങനെ രാവിലെ ഉമ്മ നീറ്റപ്പോ ഈ മോനിങ്ങനെ വെള്ളം പിടിച്ച് നിൽക്കണ കാണുക.
അത് കണ്ട ഉമ്മ ചോദിച്ച്, എന്താ ചോദിച്ചേ? മോൻ എന്തിനാ അങ്ങനെ വെള്ളം പിടിച്ച് നിൽക്കണേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഉമ്മല്ല എന്നോട് ഇന്നലെ വെള്ളം ചോദിച്ചേ, ഞാനപ്പൊ ഉമ്മ ഉണരുമ്പോ തരാന്ന് വിചാരിച്ച് നിന്നാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മാക്ക് എന്തായി? ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ആയി. എന്നിട്ട് എന്ത് ചെയ്ത്? വേഗം ആ മോനക്ക് വേണ്ടി തൊയർന്ന് മോനെ നന്നാക്കണേന്ന് പറഞ്ഞ് എന്താക്കി? പഠിച്ചവനോട് പറഞ്ഞ്. മാഷാ അല്ലാ, ഉമ്മാന്റെ ഒരു ദ്വായൊക്കെ കിട്ടുക ഭയങ്കര ഭാഗ്യല്ലേ. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ പാഠത്ത് നമ്മൾ എന്താ മനസ്സിലാക്കിയേ? ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലേ ഈ പാഠത്തില്? ഉമ്മ ഉറങ്ങുമ്പോ മോൻ ഉമ്മാനെ വിളിച്ചാല് അത് അദബ് കേടായി പോവോന്ന് പറഞ്ഞില്ലേ ഞാന്? എന്താ അദബ് എന്നോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അദബ് എന്ന് പറഞ്ഞാല് മലയാളത്തിൽ ഇപ്പൊ നമുക്ക് അതിന് മര്യാദ, അച്ചടക്കം അങ്ങനൊക്കെ പറയാം. ഇപ്പൊ നിങ്ങളോട് നിങ്ങളമ്മ പറഞ്ഞു ഒന്ന് കടയിൽ പോകുന്നു പറഞ്ഞു, നിങ്ങൾ പോവൂലെന്ന് പറഞ്ഞു. എനിക്ക് കളിക്കാണ്ട് ഞാൻ പോവൂല പറഞ്ഞു. അത് വലിയ കുഴപ്പമാണോ? പക്ഷെ അത് അദബ് കേടല്ലേ. ഉമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ല പറഞ്ഞാല് നമ്മളെപ്പ പറഞ്ഞേ, മോനെ ഈ ഒന്ന് ആ സാധനം ഒന്ന് കടയിൽ പോയിട്ട് ആ സാധനം വാങ്ങിയിട്ട് വരുമോന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് പറഞ്ഞു, ഇന്നെ കൊണ്ട് കയ്യിൽ എനിക്ക് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞ അവരത് ഒരു എന്താ പറയാ, അവരടങ്ങാറല്ലേ അത്. അപ്പൊ നിങ്ങൾ ഉപ്പാനോടൊരു കാര്യം മതി, എനിക്ക് ആ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. ഉപ്പ പറഞ്ഞു വാങ്ങിത്തരില്ല, നിങ്ങൾക്ക് അടങ്ങാറാവൂലേ, സങ്കടാവൂലേ, നിങ്ങൾ റൂട്ടിൽ കിടന്ന് കരയൂലേ? അതേപോലെ തന്നെ അപ്പൊ ഓർക്കൊരു അടങ്ങാറുണ്ടാവൂലേ. അപ്പൊ അതാണ് എന്താ അദബ് എന്ന് പറഞ്ഞാല്. നമ്മളെ ഉപ്പ, നമ്മളെ ഉമ്മ, നമ്മളെ ഏട്ടൻ, നമ്മള് ബഹുമാനിക്കേണ്ട എല്ലാരും, നമ്മളെ മൂത്തവരൊക്കെ നമ്മളോട് എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ എന്താ വേണം? ചെയ്തു കൊടുക്കണം, കേൾക്കണം. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ കേൾക്കൂലേ? ഈ കഥയത്തെ മോനെ പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കൂലേ? ഇൻഷാ അല്ലാഹ് പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോ നിങ്ങൾ പാഠപുസ്തകത്തിലേക്ക് നോക്കി കണ്ടോ? മുകളിൽ കുറച്ച് പച്ച കളർ ഇങ്ങനെ കാണണ്ടില്ലേ? അതിന്റെ അടിയിൽ ഒരു ചുവപ്പ് കളറും 2 കറുപ്പ് കളറും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ? ചുവപ്പ് കളർ എന്താന്നൊക്കെ അറിയോ? ഇല്ലല്ലേ? ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ നിങ്ങള്? ഇത് നമ്മൾ ചുവപ്പ് കളർ എന്ന് പറയും. എന്ത് കളറ്? ചുവപ്പ് കളറ്. ഇതോ കറുപ്പ് കളറ്. എന്താ പറയാ? കറുപ്പ് കളറ്. അപ്പൊ ഈ ചുവപ്പ് കളർ ഇതെന്താ? 3 ഇങ്ങനെ കുറെ ഇങ്ങനെ ഒരു വരയും കുറെ വട്ടമോ എന്തൊക്കെയോ കാണണ്ടില്ലേ? എന്താ സംഭവം? ഒരു കുത്ത് കാണുന്നുണ്ട്, ഒരു 2 വര കാണുന്നുണ്ട്, കുറെ സാധനങ്ങളൊക്കെ കാണണ്ടില്ലേ? എന്താ നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ എന്ത് പഠിക്കാനാ മദ്രസക്ക് വന്നത്? ഒന്നും അറിയില്ല, ഉമ്മ കൊണ്ടാക്കിയപ്പോ വന്നാലേ. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്തിനാ മദ്രസക്കൊക്കെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആദ്യം ഈ കുത്തും കോമയും വരക്ക് എന്താന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ അദബ് കേടിന്? അദബ് അറബിയിൽ ഇങ്ങനെ എഴുതാം. അപ്പൊ ഈ ചുവപ്പ് കളറിലുള്ള എന്താണ്? ഫസ്റ്റ് അക്ഷരം. അദബ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആദ്യം പറയാ? ഒന്ന് പറയാൻ നോക്കിക്കാണെ അദബ്. അദബ്. അപ്പൊ ഫസ്റ്റ് എന്താ വരിക? അതന്നെ. ഇതാണ് എന്ത്? എന്ത്? നമുക്ക് എന്ത് പറയാ? അലിഫ് എന്ന് പറയും ഇതിനെ പൂർണ്ണമായിട്ട്. ഈ അക്ഷരത്തിന് എന്താ പറയാ? അലിഫ്. നമ്മൾ അതിന്റെ ഒപ്പം വായിക്കുമ്പോ അതിന് ശേഷം ഒരു അക്ഷരം കണ്ടില്ലേ? ഏതാ? അറിയില്ലല്ലേ? കേട്ടോ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു വട്ടം പോലൊരു സാധനം. നമുക്ക് എന്ത് പറയാ? അദബ് എന്ന് പറയുമ്പോ അതിന് ശേഷം ഇങ്ങനെ ഒരു സാധനം കണ്ടില്ലേ? എങ്ങനെ? ഇങ്ങനെ. ഇതെന്താണ്? എന്താണ്? പറഞ്ഞാണി. മാഷാ അല്ലാഹ്. നമുക്കിത് ഇന്ന് എത്ര മാത്രം പഠിച്ച പോരെ? കുറേ നമുക്ക് പഠിക്കണ്ടല്ലോ. നമുക്ക് ഇന്ന് എന്താക്കാം? ഈ ഒരക്ഷരം എല്ലാരും എഴുതാനും വായിക്കാനും നമ്മൾ ഇന്ന് പഠിക്കുന്നു. ഒരക്ഷരം പഠിക്കല്ലേ? അപ്പൊ നിങ്ങൾക്ക് പുസ്തകത്തിൽ കളറൊക്കെ കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് കളർ കൊടുക്കാൻ ഇഷ്ടമാണോ? വീട്ടിൽ ചുമരുമ കൊടുക്കാനല്ല, പുസ്തകത്തിൽ കൊടുക്കാൻ ഇഷ്ടമാണോ?
ഇഷ്ടാണില്ലേ? എന്നാ മാഷാ അല്ലാ. ഇവിടെ കണ്ടോ, നമുക്ക് കളർ കൊടുക്കാനൊക്കെ പറ്റും. കണ്ടോ, പോർക്ക് കളറൊക്കെ അല്ലേ, കളർ പെൻസിലൊക്കെ അല്ലേ. ഇല്ലെങ്കിൽ ഉമ്മാനോടൊന്ന് വാങ്ങിത്തരാൻ പറയാ, ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരും, എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ എന്താക്കുക, ഇതിനൊക്കെ കളർ എടുത്ത് കൊണ്ടുവരിക. നാളെ കൊണ്ടുവരുമോ? ഇൻഷാ അല്ലാ, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒരു സാധനം കൂടി നിങ്ങൾക്ക് തരാം. കുറച്ച് വലുപ്പത്തിൽ, ഇത് ചെറുതല്ലേ, ഇത് കുറച്ച് വലുപ്പത്തിൽ കളർ കൊടുക്കാൻ. പിടിച്ചാണി, എനിക്ക് 2 വെച്ചോ. അതിനെല്ലാവരും നാളെ കളർ കൊടുത്ത് വരുമല്ലേ? അതെന്താ നമ്മൾ വായിക്കാന്ന് പറഞ്ഞേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ പഠിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് നാളെ അത് എഴുതാനും പഠിക്കും. അത് കളർ കൊടുത്ത് കൊണ്ടുവരും. നാളെ എല്ലാവരും അത് ബോർഡും എഴുതൂലേ? ഇൻഷാ അല്ലാഹ് പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ക്ലാസ് ഇഷ്ടായോ? നാളെ രാവിലെ എല്ലാവരും നേരത്തെ വരൂലേ? നമുക്ക് എന്നാ കുറച്ചുകൂടി കൂടുതൽ പഠിക്കാല്ലേ. 2 കഥയും ഒരു പാട്ടൊക്കെ പാടാം, പറ്റൂലേ? ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പോവല്ലേ? ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കോളി. ഞാൻ ചൊല്ലാം, ഒപ്പം ചൊല്ലിക്കോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി.